മത്സരത്തിൽ വിജയിക്കുക എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഒരു മത്സരത്തിൽ കുറേ പേർ പങ്കെടുത്ത ഒരു മത്സരത്തിൽ ഒന്നാം സ്ഥാനം കിട്ടുമ്പോൾ, രണ്ടാം സ്ഥാനം കിട്ടുമ്പോൾ, മൂന്നാം സ്ഥാനം കിട്ടുമ്പോൾ വലിയ സന്തോഷമായിരിക്കും. ഒന്നാം സ്ഥാനം ലഭിച്ച അയാൾ സന്തോഷിക്കാം, അഹങ്കരിക്കാൻ പാടില്ല. കാരണം എന്തെന്നറിയോ, ഇത്രയും പേർ ഇവരെ കൂടെ മത്സരിച്ചത് കൊണ്ടല്ലേ, എൻ്റെ കൂടെ ഇത്രയും പേർ മത്സരിച്ചത് കൊണ്ടല്ലേ എനിക്ക് ഒന്നാം സ്ഥാനം ലഭിച്ചത്. മത്സരിക്കാൻ ആളില്ലെങ്കിൽ അതൊരു മത്സരമാകില്ലല്ലോ. അപ്പോൾ കൂടെ മത്സരിച്ച ആളോടൊക്കെ കടപ്പെട്ടിരിക്കുന്നു ഒന്നാം സ്ഥാനം ലഭിച്ചവൻ. രണ്ടാം സ്ഥാനം ലഭിച്ചവൻ അവൻ സന്തോഷിക്കാം. എത്ര പേരെയാണ് പരാജയപ്പെടുത്തിയിട്ട് രണ്ടാം സ്ഥാനം ലഭിച്ചത്. ഒന്നാം സ്ഥാനം കിട്ടിയില്ലല്ലോ എന്ന് സങ്കടപ്പെടുകയാണെങ്കിൽ അത് മനസ്സിന് വലിയ ദുഃഖമുണ്ടാക്കും. അതല്ല, ഇത്രയും പേരോട് എനിക്ക് മത്സരിച്ച് വിജയിക്കാൻ സാധിച്ചല്ലോ എന്നുള്ളതാണെങ്കിൽ എന്ത് സന്തോഷമായിരിക്കും. ഇനി ഒന്നാം സ്ഥാനം ലഭിക്കാൻ ഞാൻ കുറച്ചുകൂടി പരിശീലിക്കേണ്ടതുണ്ടായിരുന്നു എന്നുകൂടി മനസ്സിൽ കൊടുത്താൽ വളരെ സന്തോഷമായിരിക്കും. മൂന്നാം സ്ഥാനവും കിട്ടിയവനും അങ്ങനെ തന്നെ. ഇനി മത്സരത്തിൽ പങ്കെടുത്തിട്ട് ഒന്നും കിട്ടാത്ത ആളോ, അയാൾക്കും സമാധാനിക്കാം. എനിക്ക് ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ സാധിച്ചല്ലോ എന്ന് കരുതുകയാണെങ്കിൽ എത്ര സന്തോഷമാണ്. എത്ര പേര് ലോകത്തുണ്ട്, അവരൊന്നും ഈ മത്സരത്തിൽ പങ്കെടുത്തില്ലല്ലോ, എനിക്കല്ലേ മത്സരിക്കാൻ സാധിച്ചത്. ഈ പരിപാടിയിൽ മത്സരിക്കാൻ എനിക്ക് സാധിച്ചു. അതുമാത്രമല്ല, ഞാൻ പങ്കെടുത്തത് കൊണ്ടല്ലേ മറ്റുള്ളവർക്ക് ഒന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനവും മൂന്നാം സ്ഥാനവും ഒക്കെ കിട്ടിയത്. ഞാനില്ലായിരുന്നെങ്കിൽ അവർക്ക് അതുകൂടി കിട്ടില്ലായല്ലോ. അപ്പം അവൻ്റെ ഒന്നാം സ്ഥാനത്തിൽ എനിക്കും ഒരു പങ്കുണ്ട് എന്ന് മനസ്സിന് കൊടുക്കുകയാണെങ്കിൽ എത്ര നന്നായിരിക്കും. നമുക്ക് നന്നായി ചിന്തിക്കാം. ഹാപ്പി ഫ്രം ഹാപ്പി സോൺ.